ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ ചാരുമോളെ പിറന്നാളാണ് കേട്ടോ. കാർത്തിക നാൾ കൃതിക ലക്ഷ്മിയാണ് നമ്മുടെ മോള്. അവളുടെ പിറന്നാൾ ഇതാ നമ്മൾ അമ്പലത്തിലൊക്കെ വന്നതാണ്. ഇത് നമ്മൾ തൊട്ട് താഴെ തന്നെയുള്ള അതിരാളൻ ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ വെച്ച് തന്നെയാണ് മക്കൾ രണ്ടുപേരും ചോറ് കൊടുത്തതും അതേപോലെ തന്നെ ഇപ്പോൾ എഴുത്തിന് ഇരുത്തിയതും ഒക്കെ ഇവിടെ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഇവിടെ ചേച്ചിയും മക്കളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുമിച്ചാട്ടോ അമ്പലത്തിലൊക്കെ പോയി വന്നത്. പോയി വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ വേഗം സദ്യയൊക്കെ റെഡിയാക്കി മക്കൾക്ക് വിളമ്പി കൊടുക്കാറുണ്ടോ. ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും ഏട്ടൻ്റെ മോളും വന്നിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് വേഗം തന്നെ നമ്മൾ സദ്യ വിളമ്പി കേട്ടോ. പിന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല. ചോറും സാമ്പാറും അവിയലും ഉപ്പേരിയും പച്ചടിയും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു അച്ചാറ് പിന്നെ പപ്പടം പിന്നെ പായസം ഇതൊക്കെയായിരുന്നു കേട്ടോ സദ്യയുടെ വിഭവങ്ങൾ. പിന്നെ ചാരുക്കുട്ടി ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് കഴിഞ്ഞ പിറന്നാളിന് ഞാൻ അടിച്ചു കൊടുത്താണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ചാരുക്കുട്ടീൻ്റെ അമ്മമ്മയും ദീദിയും മനച്ചേച്ചിയും എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈവനിങ് ഞങ്ങളൊരു ചെറിയൊരു കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. സത്യം പറഞ്ഞാൽ ചാരുക്കുട്ടിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഈ ബലൂണൊക്കെ വീർപ്പിച്ച് കളിക്കാനുള്ള ഇഷ്ടം കൊണ്ട് അവൾ ഉറങ്ങാണ്ട് പിടിച്ചിരിക്കുകയാണ്. അവസാനം അതാ ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവൾക്ക് ആവിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പക്ഷേ എങ്ങനെയോ നമ്മളെ കേക്കൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആൾ ഉഷാറായിട്ടോ. കേക്ക് കണ്ടു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അവളുടെ ടോയ്സൊക്കെ നമ്മൾ പുതിയത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഈ ടെഡി ബിയറിനൊക്കെ. അപ്പോൾ അവൾക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ആൾ ഫുൾ ആക്റ്റീവ് ആയിരുന്നു. എങ്ങനെ വേണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അതിനുശേഷം നമ്മൾ വേഗം അവളുടെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും മക്കളെ എല്ലാവരും വിളിച്ചിരുത്തി കേട്ടോ. പിന്നെ ചേച്ചീൻ്റെ മക്കളും ഏട്ടൻ്റെ മക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഇരുത്തിയിട്ട് ഒരുമിച്ച് ഇരുന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. പിന്നെ ഇതാ കേക്ക് കൊണ്ടുവച്ചപ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലുള്ള ആ ചോക്ലേറ്റിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള കച്ചറയും മിച്ചറയൊക്കെയാണ് നടക്കാണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ വേഗം തന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചായക്കുട്ടിയെ ഒന്ന് സമാധാനിപ്പിച്ച് കേക്ക് കട്ട് ചെയ്യാനുള്ള കത്തിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഈ പ്രാവശ്യം വാങ്ങിച്ച കേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്കാട്ടോ. എന്തായാലും കേക്ക് കട്ടിങ് ശേഷം വീണ്ടും കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മക്കളെല്ലാവരും വെച്ചിട്ട് ഓരോ ഫോട്ടോസ് എടുക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും ഈ പ്രാവശ്യത്തെ പിറന്നാൾ എന്തായാലും നല്ല സന്തോഷമായിട്ട് ആഘോഷിച്ചു കേട്ടോ.